ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൈസ്, ഫൈനലി നമ്മുടെ ആ ഒരു റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ടല്ല, ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ പോവും. ബാംഗ്ലൂർ എന്നിട്ട് ഹൈദരാബാദ് എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എല്ലാവരും ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എത്തുവാണ്. രണ്ടുപേര് ബാംഗ്ലൂരുണ്ട്, ഒരാൾ ഹൈദരാബാദാണ്. ഞാൻ ഇവിടുന്ന് നേരെ ബാംഗ്ലൂരിന് പോവാണ്. ബാംഗ്ലൂരിന് ഇവിടുന്ന് ഏതാണ്ട് 500 സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സമയം ഒരു 7:45 ആയിട്ടുണ്ട്. നമ്മുടെ ഈ അത്യാവശ്യം നല്ല രീതിക്ക് ലഗേജ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു ബാഗ് ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചു. ഇത് കണ്ടില്ലേ, ഈ ഒരു ബാഗ് ഫ്രണ്ടിലായിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ തോളത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനായിട്ട് ഭയങ്കര പാടാണ്. സോ ഞാൻ അതെടുത്ത് തൽക്കാലത്തേന് ഫ്രണ്ടിലേക്ക് വെച്ചു. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഒരു വള്ളി വല്ലതും വാങ്ങിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കണം, എന്തെങ്കിലും ചെയ്യണം കേട്ടോ. വലിയ വിഷയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോകണമെന്ന് ഓർത്തിരുന്നതാണ്. പക്ഷെ 6 മണി കഴിഞ്ഞ് 7 മണി കഴിഞ്ഞ് 7:45 ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ കണ്ടോ ഫുള്ള് മഞ്ഞ് കയറി കിടക്കുന്നേ. ഇതുണ്ടോ ഫുള്ള് നല്ല കിട്ടിലം വൈബല്ലേ രാവിലെ. പക്ഷെ കുറച്ചുകൂടെ രാവിലെ പോയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, എണീക്കാൻ താമസിച്ചു പോയതുകൊണ്ട്. ഓ മേൻ. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് നോക്കിയേ, എൻ്റെ മോനെ ചുമ്മാ കിടിലൻ. ആ ഒരു ബസ്സൊക്കെ വരുന്ന കാണാൻ പറ്റുമോ? ഇത്രയ്ക്ക് മഞ്ഞാ കേട്ടോ. അത് ഇത്ര ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വണ്ടി വരുന്നതൊന്നും കാണാനേ പറ്റുന്നില്ല. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. രാവിലത്തെ ഒരു ക്ലൈമറ്റ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. നേരത്തെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസും കവർ ചെയ്യാമായിരുന്നു. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റേറ്റാണ് കയറുന്നത്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക, 3 സ്റ്റേറ്റ് കയറുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, 500 കിലോമീറ്റർ ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്. അങ്ങനെ നമ്മളിത് കേരള ബോർഡർ കയറാൻ പോവുകയാണ്. കടക്കാൻ പോവുകയാണ്. തമിഴ്നാട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാ കേട്ടോ നമ്മുടെ ആ ഒരു ചെക്ക് പോസ്റ്റ്. ഓക്കേ, അങ്ങനെ നമ്മൾ ഒരു പ്രശ്നവും കൂടാതെ കേരള ബോർഡർ കടന്ന് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓ മേൻ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ചൂടാവും കേട്ടോ. രാവിലത്തെ കമ്പത്തിൻ്റെ വ്യൂ നോക്കിക്കേ, ചുമ്മാ കിടലിനില്ലേ. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം നല്ല വെട്ടം അടിക്കുന്നുണ്ട് ഇവിടുന്ന്. ഓക്കെ, നമുക്ക് പോവാം. ഞാൻ ബാഗ് എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? വ്യൂ കറക്റ്റാണെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. എങ്ങനെയാണ് എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങനെ ഗായ്സ്, നമ്മൾ ഫൈനലി ഇത് ആ ഒരു ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് തേനി ഡിണ്ടിഗൽ ഹൈവേ. ഇത് കണ്ടില്ലേ, തേനി ഡിണ്ടിഗൽ മധുരൈ ചെന്നൈ ഹൈവേ. യാ ബോയ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് സ്പീഡ് കറക്റ്റ് കാണത്തില്ലായിരിക്കും കേട്ടോ. നോക്കി നമ്മുടെ രാവിലെ കമ്പം എന്ത് രസമാണ് കാണാമെന്ന്. ഫുള്ള് ആ ഒരു ഏരിയ മൊത്തം മഞ്ഞ് കയറി കിടക്കുന്ന കാണാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് വേണം പെട്രോൾ അടിക്കാനായിട്ട്. പെട്രോൾ ഇപ്പം കുറവാണ്. നമുക്കത് ഈ ഒരു പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പോകാം കേട്ടോ. നമുക്കിത് 8 ലിറ്റർ കയറിയിട്ടുണ്ട്. 850 രൂപയ്ക്ക് അടിച്ചു കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയിൽ ലഗേജ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പുറകിലൊരു ലോഡുണ്ട്. അതുകൂടാതെ നമുക്കത് ഈ ഒരു ബാഗുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് വരും കേട്ടോ. പിന്നെ ഒരു ക്യാമറയുണ്ട്, നമ്മുടെ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ കേട്ടോ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളത് അവിടുന്ന് പെട്രോളൊക്കെ അടിച്ചു, ഒരു ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചു കേട്ടോ. ഫുൾ ടാങ്ക് ഒക്കെ അടിച്ച് 850 രൂപ ആയിട്ടുണ്ട് ഫുൾ ടാങ്ക്. 8 ലിറ്റർ, 2 ലിറ്ററിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ രാവിലത്തെ ഇങ്ങോട്ടുള്ള ഇതൊക്കെ നോക്കി ഫുള്ള് കൃഷിപ്പാടമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. ഇത് ഫുള്ളൊരു ഗ്രാമമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. ഫുള്ള് കൃഷി, ഇത് മൊത്തം നെല്ലാണ്. അതുപോലെ തന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയുന്നത്, ഒത്തിരി സീനറിയും കാണാം. അതായത് ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് കണ്ടില്ലേ, രാവിലെ ഇതുപോലെ ആൾക്കാർ ജോലിക്ക് പോകുന്നതും ഓരോരുത്തടുത്ത് പോയിട്ട് പുല്ലും അതുപോലത്തെ സംഭവങ്ങളുമൊക്കെ കൊണ്ടുപോകുന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് രാവിലത്തെ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ കണ്ടില്ലേ, എല്ലാവരും രാവിലെ പണിക്ക് വരുന്നു. എല്ലാവരും രാവിലെ അവരുടേതായ ആ ഒരു കൃഷിപ്പാടത്തേക്കൊക്കെ പോകാനുള്ള തിരക്കിലൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ പുല്ലൊക്കെ ചെത്തി വെച്ചേക്കുന്നത്. ഇതുണ്ടോ, അതുപോലെ വരുന്ന വഴിക്കെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്, അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഓർത്തിരിക്കുവാണ്. എത്ര മൈലേജ് കിട്ടും നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ എന്നൊക്കെ നോക്കാം. ഡിണ്ടിഗലിന് ഇനി ഏതാണ്ട് 86 കിലോമീറ്ററേ ഉള്ളൂ. ഓ മൈ ഗോഡ്. എന്നാലും ആ ബസ് ഞാനടുത്ത് അയാൾ എന്നെ ഇടിച്ചോണ്ട് പോയെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ ടോൾ ഗേറ്റ് കേട്ടോ.
അപ്പോൾ ഓൾമോസ്റ്റ് തേനി ആവാറായിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ വെച്ച് പിടിക്കുവാണ്. ഒരു വഴി കിടക്കുന്നത് നിങ്ങൾ നോക്കി, എന്ത് രസമാണെന്ന് നോക്കിയേ. ഫുൾ അങ്ങ് വരും, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത്, അതായത് ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൂന്നാറിൻ്റെ ഭാഗങ്ങളാണ്. അതായത് ഈ ഒരു മലയുടെ അപ്പുറമൊക്കെയാണ് മൂന്നാറായിട്ട് വരുന്നത്. ചോ ഇത് കൊള്ളാം കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഇത്രയും ഭാഗം, അതായത് തേനി നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനി ടൗണിൽ കൂടെ വേണമെന്ന് പോകാൻ. ഇപ്പോൾ ഈ ഒരു റോഡ് ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, കണ്ടോ? അതെല്ലാം നമ്മളെ ആ ഒരു മൂന്നാറ് കൊടൈക്കനാൽ സൈഡൊക്കെയാണ് ആ കാണുന്നത്. ആ ഒരു മഞ്ഞ് കയറി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, ആ ഒരു ഭാഗം ഫുള്ള് ആയിട്ടാണ് കിടക്കുന്നത്. അത് കണ്ടില്ലേ, ഫുള്ള് എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. ശരിക്കും ഈ ക്യാമറ കാണുന്ന പോലല്ല, അതിലും ഭയങ്കര മനോഹരമായിട്ടാട്ടോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല, അടിപൊളി റോഡാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കിടിലൻ റോഡ്. തമിഴ്നാട് റോഡ് എന്നും വേറെ ലെവലാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് തെങ്ങാണ് കേട്ടോ. മൊത്തം എല്ലാ സൈഡും തെങ്ങാണ്. നിങ്ങൾ അവിടെ നോക്കിയാൽ തെങ്ങാണ്, ഇവിടെ നോക്കിയാൽ അതെ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സൈഡിലും തെങ്ങാണ് കേട്ടോ. ഈ ഒരു റൂട്ടാണ് നമ്മുടെ കൊടൈക്കനാലിന് പോകുന്നത്. ഇത് കണ്ടില്ലേ ഈ ഒരു റൂട്ട്. അയ്യോ അമ്മച്ചി 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 ഓ മൈ ഗാഡ്. അപ്പോൾ ഈ ഒരു റൂട്ടാണ് നമ്മുടെ കൊടൈക്കനാലിന് പോകുന്നത്. ഏതാണ്ട് 52 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. നമ്മളിപ്പം ടോട്ടൽ, അതായത് വണ്ടി വീട്ടിൽ നിന്ന് എടുത്തിട്ട് 98 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 100 കിലോമീറ്ററും കൂടെ ഒന്ന് നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കാൻ പോവാണ്. അപ്പം ചെറുതായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ എവിടുന്നേലും ചെറിയൊരു സ്റ്റോപ്പ് എടുത്തിട്ട് പോകണോ അതോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് എടുത്താൽ മതിയോ എന്ന് ആലോചിക്കുമായിരുന്നു. കുഴപ്പമില്ല, ഇത്രയും നേരമായിട്ട് നമുക്ക് വലിയ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, ആ കാണുന്നതാണ് നമ്മുടെ കൊടൈക്കനാൽ മലനിരകൾ. കണ്ടില്ലേ, ഇട്ടിലൊരു ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. അതായത് ഇത് സേലം ഹൈവേ ആണ്. സമയം ഇപ്പം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. $278 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഏതാണ്ട് 250 കിലോമീറ്റർ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു സീനും ഇല്ല, ഒരു മടുപ്പും ഇല്ല, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഫുൾ ഓണാണ് നമ്മൾ, ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്, 45+ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോഴും ഒരു 100 അടുത്താണ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുവാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ആകെ ഒരേ ഒരു സ്റ്റോപ്പ് ഫ്യൂവൽ അടിക്കാൻ വേണ്ടി മാത്രം, അതല്ലാതെ വേറെ ഒരു സ്റ്റോപ്പ് നമ്മൾ ഇത്രയും നേരമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റൈഡിങ് ആണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എവിടെയില്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു കരിക്ക് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയും ദൂരം ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ മേളിലായിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഒരു കരിക്കിൻ്റെ ഒരു കട പോലും വഴി കണ്ടില്ല, ഒറ്റ ഒരെണ്ണം പോലും. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ തെങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഞാൻ എത്ര നേരമായിട്ട് ആഗ്രഹിക്കുന്നതെന്നറിയോ, ഒരു കരിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഒരേ ഒരു കരിക്ക്. നോക്കാം ഇനിയിപ്പോൾ എവിടുന്നേലും ഒക്കെ കിട്ടുമായിരിക്കും. ആ ഒരു അമ്പലം നോക്കിക്കുക, അത് എന്ത് ടോപ്പിലായിരിക്കും, എന്ത് പടി കയറി പോകണമെന്ന് നോക്കിയേ കേട്ടോ. ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറി അയ്യോ, എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ MT വേറെ ലെവലാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ റൈഡിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേപ്പാൾ റൈഡിൻ്റെ 1ാമത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ, അല്ലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മുടെ പ്ലേലിസ്റ്റിൽ നേപ്പാൾ റൈഡ് 2023 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് കാണും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ Day 1 ആണ്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് ഇടുക്കിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ പോവാണ്. ഏതാണ്ട് 500 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മളിപ്പോൾ ടോട്ടൽ 327 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അതായത് നോൺ സ്റ്റോപ്പ് ആട്ടോ, ആകെ ഒരു ഫ്യൂവൽ ബ്രേക്ക് മാത്രം സ്റ്റാർട്ടിങ് എടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വണ്ടി എങ്ങും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 12:30 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. ബാക്കി ബാംഗ്ലൂരിൽ നിന്ന് 2 പേരുണ്ട്, പിന്നെ ഹൈദരാബാദിൽ നിന്ന് ഒരാളുണ്ട്. ഹൈദരാബാദിൽ നിന്ന് വരുന്ന ആൾ എൻ്റെ ചേട്ടനാണ്. നിങ്ങൾ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചേട്ടനാണ്. അപ്പോൾ നമ്മൾ 4 പേരാണ് കേട്ടോ ഈ ഒരു റൈഡിന് പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോയിട്ട് നമ്മൾ ഈ ഒരു വണ്ടി അവിടെ വെക്കും. ഈ ഒരു വണ്ടിയും കൊണ്ടല്ല പോകുന്നത്, നമ്മൾ വേറെ 2 വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് വരെ വേറെ 2 വണ്ടിയും കൊണ്ടുപോകും. എന്നിട്ട് അതിലെ ഒരു വണ്ടി അവിടെ വെച്ചിട്ട് ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ വണ്ടിയും പിന്നെ ഒരു ബൈക്കും ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഏത് വണ്ടിയൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ പ്ലാന്. ഇപ്പം ഇന്ന് ഡേ 1 ഇവിടുന്ന് ബാംഗ്ലൂർ ചെല്ലുന്നു. അപ്പോൾ നാളെ ബാംഗ്ലൂർ ഫുള്ള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അങ്ങനെ ഇങ്ങനെ കുറച്ച് നോക്കും. എന്നിട്ട് നാളെ വൈകിട്ട് നൈറ്റ് അവിടുന്ന് നമ്മൾ നേരെ ഹൈദരാബാദിന് പോകും. നമ്മൾ നേപ്പാൾ സൺഡേ എത്താനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മാക്സിമം സൺഡേ എത്തണം. സൺഡേ എത്താൻ പറ്റിയില്ലെങ്കിൽ മൺഡേ ആണ് നമ്മൾ മാക്സിമം പോയാൽ മൺഡേ എത്തും. ഇല്ലെങ്കിൽ സൺഡേ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നേപ്പാൾ എത്തുന്നതായിരിക്കും കേട്ടോ. നമുക്ക് നേരെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം കേട്ടോ. 330 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ്, ഒരു 400 കിലോമീറ്ററെങ്കിലും നോൺ സ്റ്റോപ്പ് അടിക്കണം എനിക്ക്. അതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് പ്ലാൻ. എൻ്റെ എന്താകും എങ്ങനെയാകുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. എന്തായാലും ഈ ഒരു വണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ മോനെ വേറെ ലെവല്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കണം, 330 കിലോമീറ്ററായി നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട്. ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോപ്പ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു പെട്രോൾ ബ്രേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ഈ ഒരു 300 കിലോമീറ്റർ നമ്മൾ നോൺ സ്റ്റോപ്പായിട്ടാണ് നമ്മൾ അവിടുന്ന് വരുന്നത്. അതായത് കമ്പത്തൂന്നാണ് നമ്മൾ പെട്രോൾ അടിച്ചത്. കമ്പത്തൂന്ന് നോൺ സ്റ്റോപ്പായിട്ട് 300 കിലോമീറ്റർ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയും ആ ഒരു വണ്ടിയുടെ ഒരു പെർഫോമൻസും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് അതിനെക്കുറിച്ച് പറയേണ്ട തന്നെയാണ് കേട്ടോ. മൈലേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 100 അടുത്താണ് ക്രൂസ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഒരു 90+ ആണ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈലേജ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ 45+ ഉണ്ട് മൈലേജ്. കണ്ടോ, 45.5 ഉണ്ട് മൈലേജ്. നമ്മൾ ഈ ഒരു ഇതിൽ ക്രൂസ് ചെയ്തിട്ട് ഇത്രയും മൈലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ ലഗേജ് ഉണ്ട്. ഫ്രണ്ടിൽ ഒരു ലഗേജ് ഇരിപ്പുണ്ട്. ഇത്രയും സാധനങ്ങളും വെച്ച് നമ്മളെ ആ ഒരു മൈലേജും തന്ന് അത്രയും പെർഫോമൻസും തന്ന് ഇത്രയും ദൂരം ഓടിച്ചിട്ട്, അതായത് ഈ 300 കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് യാതൊരു മടുപ്പുമില്ല, ഒരു ക്ഷീണവും ഇല്ല. ഫുൾ ഓണാണ്, ഫുൾ എനർജിയാണ്, ഫുൾ പവറാണ്. നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എപ്പം ചെല്ലുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും ഫുഡോ കാര്യങ്ങളോ വെള്ളമോ ഒന്നും കുടിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൈഡിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്ത് കൊടുക്കണം. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ ഇനിയും വളരത്തുള്ളൂ, നമ്മുടെ ഫാമിലി ഇനിയും വളരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് മാക്സിമം വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈഡ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. അപ്പം ഓക്കേ. ഒരു സ്ഥലം അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷേ മൊത്തം ഇതുപോലെ ട്രക്കാണ്, ഫുള്ള് ലോറിയും കാര്യങ്ങളും എല്ലാം ഭയങ്കര തിരക്കാണ്. ലോറിയൊക്കെ ഇതിൽ പതുക്കെയല്ലേ കയറിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക്കുള്ള ഏരിയ കേട്ടോ ഇത്. പക്ഷേ സ്ഥലം അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, നല്ല ഒരു കിടിലനൊരു സ്ഥലമാണ്. പക്ഷേ ഫുള്ള് ഉണങ്ങി കിടക്കുക കേട്ടോ. ചൂടും ഭയങ്കര ചൂടാണ്. നമ്മുടെ ഇന്നത്തെ 5ാമത്തെ ടോളാണിത്. അയ്യോ, വഴി മാറിപ്പോയി ഗൈസ്. അവന്മാർ ഇതിന് ഇത്രയും ഇവിടെ കൊണ്ട് വെക്കുന്നത് എന്തിനാണ്? എൻ്റെ ഓനെ, നമ്മളിപ്പോൾ ഇവിടെ വരെ കയറി വന്നിട്ട് തിരിച്ചയില്ല കറങ്ങി വന്നു കേട്ടോ. ഇത്രയും പുറകിൽ നിന്ന് വെക്കുന്നത് എന്തിനാണോ എന്തോ ഒരു പിടുത്തവും ഇല്ല. ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് എടുക്കുന്നില്ല. ഇപ്പം നമ്മൾ 370 കിലോമീറ്റർ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ഫ്യൂവൽ ബ്രേക്കിന് സ്റ്റോപ്പ് എടുക്കാം. ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 380 379 ഒക്കെ ആകാറായപ്പം ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പം 380 ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മൈലേജ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 45+ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു സ്റ്റോപ്പ് എടുക്കണം. എനിക്ക് മടുപ്പൊന്നുമില്ല, ഞാൻ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കും. പക്ഷേ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു സ്റ്റോപ്പ് എടുക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററിയും ഡെഡ് ആവാറായി. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചാർജിന് ഇടണം. കാരണം എൻ്റെ ഒരു ബാറ്ററി ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം വേറൊരു ബാറ്ററിയും കൂടെ വാങ്ങിക്കാനായിട്ട്. പക്ഷേ ആ ഒരു മല നോക്കിക്കുക, അതെന്ത് ഇത് ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. മൊത്തം ഇങ്ങനെ പാറയായിട്ടിരിക്കുന്നത് അടിപൊളിയല്ലേ. Stars
നമ്മളിതേ ഒരു പെട്രോൾ പമ്പ് വന്നിട്ടോ, ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 1:45 ആകുന്നേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ ഇപ്പം എത്ര കിലോമീറ്റർ പോയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്രോൾ ബ്രേക്കും കൂടെ കൂട്ടി 429 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു ഫുൾ ടാങ്ക് അടിച്ചു, അങ്ങനെ എടുത്ത കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതേ ഗോപ്രോയും കാര്യങ്ങളൊക്കെ ചാർജിന് ഇട്ടേക്കുവാണ്. ജസ്റ്റ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത്. ഇപ്പോൾ സമയം 1:45, ഒന്നും കഴിച്ചിട്ടുമില്ല, ഇങ്ങനെ നിൽക്കുക കേട്ടോ. വണ്ടി ചുമ്മാ സീൻ, ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ അൾട്ടിമേറ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ ചെറുക്കൻ. അങ്ങനെ നമ്മുടെ കരിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നൊരു കരിക്കും കുടിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു ചിലവുണ്ടോ, അല്ലേ അവിടെ പോയി കയറാം. അപ്പോൾ നമ്മളിതേ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു മീൽസാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആ മീൽസിന് ഫസ്റ്റ് കിട്ടിയതാണ്. ഇത്രയും കറികളും ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് വേണം ചോറ് വാങ്ങിക്കാനായിട്ട്. സംഭവം കൊള്ളാം, സെറ്റാന്ന് തോന്നുന്നു. അടിപൊളിയാണ്. ഒരു ബജ്ജിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചോറ് വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. KGF 60 കിലോമീറ്റർ പോയാലോ. KGFന് 90 കിലോമീറ്റർ അടുത്തുണ്ട്. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. 90 അല്ല കേട്ടോ, 100 കിലോമീറ്ററും ഉണ്ട്. 110 100 കിലോമീറ്റർ അടുത്തുമുണ്ട്. ഏതായാലും പമ്പിൽ കയറണം ആദ്യമേ, ഇല്ലെങ്കിൽ ഏതെങ്കിലും വഴി നമ്മൾ കിടന്നു പോകും സുഹൃത്തുക്കളെ. നമുക്കത് ആ പമ്പിൽ പോയി കയറാം കേട്ടോ. ഇനി പോയി കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ വയ്യ. എങ്ങാനും വഴി പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോയതാ. തള്ളാനൊന്നും എനിക്ക് വയ്യ കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു 210 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഒത്തിരി അടിക്കുന്നില്ല, കാരണം അവിടെ കൊണ്ട് വെക്കാനുള്ളതല്ലേ. ഇപ്പം റിസർവ് മാറിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ബ്ലോക്കാട്ടോ. കയറിപ്പോട്ടെ. ഓ എൻ്റെ മോനെ 1000. ഓ അതിൻ്റെ ടയർ നോക്കിക്കേ. അത് എത്രയാണ് സൈസ്? 200 300? ആ ഓ മാൻ, ഓ പോയ പോക്ക് നോക്കിക്കേ. കൊള്ളാം. ഓ അവൻ GoPro. അതേത് ക്യാമറ ഇത്? അതേത് ക്യാമറയാ? മാക്സ് അല്ല കേട്ടോ, വേറെന്തോ സാധനമാ. അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ അവിടെ എത്താറായിട്ടുണ്ട്. ഇനി ജസ്റ്റ് 13 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഞാൻ ഈ ഒരു ക്യാമറ ഇവിടെ വെച്ചേക്കുന്നത് ഇതും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ആ വിഷ്വലൊന്നും എടുത്ത് നോക്കിയായിരുന്നു. വെയിൽ മാത്രമേ ഉള്ളൂ. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു വട്ടത്തിൽ ഇരിക്കുന്നു, അതിൻ്റെ അടുത്ത് എൻ്റെ തലയിൽ ഇരിക്കുന്നു. എന്താ പോലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് ജസ്റ്റ് 13 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഞാൻ മാപ്പ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. സോ ഗൈസ്, ഫൈനലി നമ്മളിതേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം സമയം എന്ന് പറയുന്നത് ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുൾ ഇരുട്ടായി, കണ്ടില്ലേ, ഫുൾ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വണ്ടി ഇവിടെ കൊണ്ടുവച്ചു. വണ്ടി ഇപ്പം അകത്തേക്ക് കയറ്റി വെക്കും. അപ്പം നമ്മൾ അടുത്ത ദിവസം പോകുന്ന വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അതപ്പം സർപ്രൈസാണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.